ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 3 ഐറ്റം ഇട്ടിട്ട് ഞാനൊരു പച്ചക്കറി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, നമുക്ക് ഇതിട്ടിട്ടൊന്നൊരു പച്ചക്കറി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചെമ്പിലോട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമുക്ക് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പൊതി, നമുക്ക് പച്ചക്കറിയിൽ ഉപ്പിടേണ്ട ഉള്ളതിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉരുളൻകിഴങ്ങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ. ഉരുളൻകിഴങ്ങ് ക്യാരറ്റും തിളച്ചതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടിട്ട് ഓവർ അങ്ങ് വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഓവർ വെന്ത് പോകരുത്. ഇത് നമുക്കൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഊറ്റി മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഊറ്റി കൊടുക്കാൻ പോവുകയാണ്. തീ ഓഫാക്കാൻ പോവുകയാണ്. തീ ഓഫാക്കി ഇത് ഊറ്റി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഞാൻ ഊറ്റി ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ചെയ്തെടുക്കാം. പച്ചക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് പച്ചക്കറിക്കാണ്. കടുക് ഇട്ട് കൊടുത്ത്, ജീരകം ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട് കൊടുത്ത്, അതൊന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്ത്, ഒരു 2 സവാള അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. സവാള ഇനി ഇളക്കി കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്ത്, ഒരു തുണ്ട് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്ത്, 1 ടീസ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടല്ലോ, മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 വലിയ തക്കാളി ഞാൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളെ മസാല എല്ലാം കൂടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മാജി ക്യൂബും ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ വീഡിയോ സ്കിപ്പായി പോയത്. അപ്പോൾ ഇത് കണ്ടല്ലോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ജീരക പൗഡർ ചേർക്കുന്നുണ്ട്. ജീരക പൗഡറാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. വെജിറ്റബിൾ മസാലയാണ്, കണ്ടല്ലോ. 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാലയും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാജി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മസാല ഞാൻ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, ഒത്തിരി കൂടെ വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടി അണ്ടിപ്പരിപ്പ് അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇടുമ്പോൾ നല്ല ഒരു കടിക്കാനൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്. അടുത്തത് ഒരു കാപ്സിക്കോണ് ബെൽ പേപ്പർ ഞാൻ ഇതുപോലെ അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. കണ്ടോക്കി. ഇനി നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മസാല ഇവിടെ തയ്യാറായി. ഇനി നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറി, ഊറ്റി വെച്ച പച്ചക്കറി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കോളിഫ്ലവർ, ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒരു കാപ്സിക്കവും എല്ലാം അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പച്ചക്കറി സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് ഈ മസാല എല്ലാം ഇതിൽ പിടിക്കണം. പിടിച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ടിട്ട് പുറത്തെടുക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം.
ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. പച്ചക്കറി ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ട ഇപ്പോൾ നല്ല വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഓവറങ്ങ് ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കണ്ട. ഇളക്കി കൊടുത്താൽ പച്ചക്കറി എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ചൊന്നും ഉടയണ കുഴപ്പമില്ല. കുറച്ചൊക്കെ ഉടയണതാണ് നല്ലത്. പക്ഷേ ഓവറങ്ങ് ഉടഞ്ഞാൽ കൊള്ളൂല കാണാൻ. ഒരു മൊഞ്ചില്ല. നമുക്കിനി അതിലോട്ട് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറിയിലോട്ട് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില നല്ല കുളപ്പം പച്ച ഗ്രീൻ നല്ല അടിപൊളിയായിട്ടുള്ള മല്ലിയിലയാണ്. കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താൽ. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മളെ പച്ചക്കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് മക്കളെ. ഒരു മീൻ പൊരിച്ച ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, ഇത് മതി. നല്ലതുപോലെ ഒരു പച്ചക്കറി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടോക്കിക്കേ. ഞാൻ തീ ഓഫാക്കാൻ പോവേണേ മക്കളെ. ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. കണ്ടല്ലോ, ഞാൻ തീ ഓഫാക്കി കൊടുത്തു. ഞാനിത് സർവ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വെക്കാൻ പോവുകയാണ്. പച്ചക്കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടോക്കിക്കേ. അതാ നമ്മളെ പച്ചക്കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.